വുഡ് റാദർ എന്ന ഒരു ടോപ്പിക്ക് നമ്മൾ പല പ്രാവശ്യം പല വീഡിയോസ് ചെയ്ത് കഴിഞ്ഞതാണ്. പക്ഷേ ഇന്നത്തെ ടോപ്പിക്കും വുഡ് റാദർ തന്നെയാണ്. വുഡ് റാദറിൻ്റെ ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സ്. വുഡ് റാദർ ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സിൽ നമുക്ക് ഉപയോഗിക്കാം. വുഡ് റാദർ ഉപയോഗിക്കുന്നത് പ്രെഫറൻസസ്, മുൻഗണനകൾ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. പ്രിഫറൻസസ് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വുഡ് റാദർ ഉപയോഗിക്കുന്നത് എന്ന് നമുക്കറിയാം. പ്രിഫറൻസസ്, മുൻഗണനകൾ എന്ന് പറയുമ്പോൾ അത് പ്രസൻറ്റ് പ്രിഫറൻസസ് ആകാം, അതല്ലെങ്കിൽ പാസ്റ്റിലെ പ്രിഫറൻസസ് ആകാം. പിന്നെ ഈ ഒരു പ്രിഫറൻസസ് തന്നെ ഒരു സബ്ജക്റ്റ് വെച്ചിട്ട് ആകാം, അതല്ലെങ്കിൽ രണ്ട് സബ്ജക്റ്റ് വെച്ചിട്ടും ആകാം. അപ്പോൾ ഇങ്ങനെ ഓരോ തരത്തിൽ ഉപയോഗിക്കുമ്പോൾ പ്രസൻറ്റ് ടെൻസിലെ പ്രിഫറൻസ്, പാസ്റ്റ് ടെൻസിലെ പ്രിഫറൻസ്, അതുപോലെ ഒരു സബ്ജക്റ്റ് വെച്ചിട്ട് പിന്നെ രണ്ട് സബ്ജക്റ്റ് വെച്ചിട്ട് എന്നൊക്കെ പറയുമ്പോൾ അതിനൊക്കെ ഡിഫറൻറ്റ് സ്ട്രക്ചേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ആ ഒരു ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുൻപ്, ആ ഡിഫറൻറ്റ് സ്ട്രക്ചേഴ്സ് എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിന് മുൻപ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട വേറൊരു കാര്യം, അല്ലെങ്കിൽ ഓർമ്മയിൽ വെക്കേണ്ട ഒരു കാര്യം, ഐ വുഡ് റാദർ എന്ന് പറയുമ്പോൾ അതിനെ ചുരുക്കി നമുക്ക് ഐഡ് റാദർ എന്ന് പറയാം. ഐ എഴുതി അപ്പോസ്ട്രഫി പിന്നെ ഒരു ഡി എഴുതി കഴിഞ്ഞാൽ നമ്മൾ ഐഡ് എന്നാണ് വായിക്കേണ്ടത്. അതുപോലെ തന്നെ ഷീ വുഡ് റാദർ എന്നത് ഷീഡ് റാദർ, ഹീ വുഡ് റാദർ ഹീഡ് റാദർ, ദേ വുഡ് റാദർ ദേഡ് റാദർ, അങ്ങനെ വായിക്കാം. അങ്ങനെ എഴുതുമ്പോഴും അതുപോലെ നമ്മൾ പറയുമ്പോഴും അത്തരത്തിൽ പറഞ്ഞാൽ മതി. എന്തായാലും നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ആദ്യം പ്രസൻറ്റ് പ്രിഫറൻസസ്. പ്രസൻറ്റ് ടെൻസിലെ പ്രിഫറൻസസ് എന്ന് പറയുന്നത് എന്താ? എനിക്ക് അവിടെ പോകുന്നതിനേക്കാളും ഇഷ്ടം, അല്ലെങ്കിൽ ഞാൻ താല്പര്യപ്പെടുന്നത് ഇവിടെ താമസിക്കാനാണ്. അത് ഒരു പ്രിഫറൻസാണ്. അവിടെ പോകുക എന്ന കാര്യവും അതുപോലെ ഇവിടെ നിൽക്കുക എന്ന കാര്യവും തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് ഇവിടെ നിൽക്കാനാണ് ഇഷ്ടം, ഇവിടെ താമസിക്കാനാണ് ഇഷ്ടം, അതല്ലേ? അതാണ് പ്രസൻറ്റ് പ്രിഫറൻസ്. അത് നമ്മൾ ഇപ്പോൾ പറയുന്നതാണ്, ഇപ്പോഴുള്ള നമ്മുടെ ഒരു കാര്യമാണ് നമ്മൾ പറയുന്നത്. അത് പ്രസൻറ്റ് പ്രിഫറൻസാണ്. അതേസമയം പാസ്റ്റ് പ്രിഫറൻസ് എന്ന് പറയുന്നത് എന്താ? എനിക്ക് ഇവിടെ നിൽക്കാനായിരുന്നു ഇഷ്ടം, അവിടെ പോകുന്നതിനേക്കാൾ ഇഷ്ടം എനിക്ക് ഇവിടെ നിൽക്കാനായിരുന്നു, പക്ഷെ അത് നടന്നില്ല. അതൊരു പാസ്റ്റിലെ പ്രിഫറൻസാണ്. നടക്കാതിരുന്ന ഒരു കാര്യം നമ്മൾക്കൊരു റിഗ്രറ്റ്, നമുക്കൊരു വിഷമം തോന്നുന്നു, അങ്ങനെ നടന്നില്ല. അപ്പോൾ അതിനെപ്പറ്റി പറയുമ്പോൾ അതൊരു പാസ്റ്റ് ടെൻസിലെ പ്രിഫറൻസാണ്. ഇങ്ങനെ പാസ്റ്റ് ടെൻസിലെ പ്രിഫറൻസ് ആണെങ്കിലും പ്രസൻറ്റ് ടെൻസിലെ പ്രിഫറൻസ് ആണെങ്കിലും ഒരു സബ്ജക്റ്റ് വെച്ചിട്ടും രണ്ട് സബ്ജക്റ്റ് വെച്ചിട്ടും പറയാം. എന്താണ് ഈ രണ്ട് സബ്ജക്റ്റ് എന്ന് പറയുന്നത്? ഐ വാണ്ട് ടു ഗോ ദർ, എനിക്ക് അവിടെ പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നല്ലേ? ഐ വാണ്ട് ടു ഗോ ദർ, അതിനകത്ത് ഒരു സബ്ജക്റ്റ് മാത്രമേ ഉള്ളൂ, ഞാൻ, ഐ എന്നത്. അതേസമയം ഐ വാണ്ട് യു ടു ഗോ ദർ, നിങ്ങൾ അവിടെ പോകണമെന്ന് ആഗ്രഹിക്കുന്നു എന്നല്ലേ? അപ്പോൾ അവിടെ രണ്ട് സബ്ജക്റ്റ് വന്നില്ലേ? ഐ വന്നു, അതേപോലെ തന്നെ യു, രണ്ട് സബ്ജക്റ്റ് വന്നു. അപ്പോൾ ഈ വുഡ് റാദർ ഉപയോഗിക്കുന്ന സെൻറ്റൻസുകളിലും നമുക്കതുപോലെ രണ്ട് സബ്ജക്റ്റ് വെച്ചിട്ട്, ഒരു സബ്ജക്റ്റ് വെച്ചും രണ്ട് സബ്ജക്റ്റ് വെച്ചും സെൻറ്റൻസുകൾ മാറ്റി എഴുതാൻ പറ്റും. അതിനനുസരിച്ച് മീനിങ് മാറും, അതിനനുസരിച്ച് വുഡ് റാദറിൻ്റെ സ്ട്രക്ചറും മാറും. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമ്മൾ 4 ഡിഫറൻറ്റ് സ്ട്രക്ചേഴ്സാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഓരോന്നായിട്ട് എക്സാമ്പിൾ വരുമ്പോൾ അത് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാം. പ്രസൻറ്റ് പ്രിഫറൻസ്, ഒരു സബ്ജക്റ്റ് മാത്രം വരുന്നത്. എനിക്ക് അവിടെ പോകുന്നതിനേക്കാൾ താല്പര്യം ഇവിടെ താമസിക്കുന്നതാണ്. ഐ വുഡ് റാദർ സ്റ്റേ ഹിയർ ദാൻ ഗോ ദർ. ഐ വുഡ് റാദർ സ്റ്റേ ഹിയർ ദാൻ ഗോ ദർ. ഇവിടെ ഒരു സബ്ജക്റ്റ് മാത്രമേ ഉള്ളൂ, ഐ. പിന്നെ ഉപയോഗിച്ചിരിക്കുന്നത് വുഡ് റാദർ. അത് കഴിഞ്ഞിട്ട് വേർബിൻ്റെ ഫസ്റ്റ് ഫോമാണ് ഉപയോഗിച്ചിരിക്കുന്നത്, സ്റ്റേ. അപ്പോൾ സ്ട്രക്ചർ സബ്ജക്റ്റ് പ്ലസ് വുഡ് റാദർ പ്ലസ് V1 ഫോം ഓഫ് ദ വേർബ്. ഇനി പ്രസൻറ്റ് പ്രിഫറൻസ് രണ്ട് സബ്ജക്റ്റ് ഉപയോഗിച്ചുകൊണ്ട്. എനിക്ക് നിങ്ങൾ അവിടെ പോകുന്നതിനേക്കാൾ താല്പര്യം ഇവിടെ നിൽക്കുന്നതാണ്. ഇവിടെ പ്രസൻറ്റ് പ്രിഫറൻസ് തന്നെയാണ്, പക്ഷെ രണ്ട് സബ്ജക്റ്റ് ഉപയോഗിച്ചിരിക്കുന്നു, ഐ ആൻഡ് യു. അപ്പോൾ എങ്ങനെയാണ് സെൻറ്റൻസ് പറയുക? ഐ വുഡ് റാദർ യു സ്റ്റേയ്ഡ് ഹിയർ
than went there. I would rather you stayed here than went there. അപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന സ്ട്രക്ചർ നോക്കൂ. ആദ്യം സബ്ജക്റ്റ് ഐ, അത് കഴിഞ്ഞിട്ട് വുഡ് റാദർ, അത് കഴിഞ്ഞാൽ പുതിയ സബ്ജക്റ്റ് യു, പിന്നെ പാസ്റ്റ് ടെൻസ് ഫോം ഓഫ് സ്റ്റേ, അത് സ്റ്റേയ്ഡ് എന്നാണ്. അപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന സ്ട്രക്ചർ നോക്കൂ. സബ്ജക്റ്റ് പ്ലസ് വുഡ് റാദർ പ്ലസ് ന്യൂ സബ്ജക്റ്റ് പ്ലസ് V2 ഫോം ഓഫ് ദ വെർബ്. അപ്പോൾ പ്രസൻറ്റ് പ്രെഫറൻസ്, പ്രസൻറ്റ് ടെൻസിലെ മുൻഗണനകളെ പറ്റി പറയുമ്പോൾ എങ്ങനെയാണ് രണ്ട് സബ്ജക്റ്റ് ഉപയോഗിക്കുമ്പോഴുള്ള സ്ട്രക്ചർ വരുന്നത്, അതുപോലെ ഒരു സബ്ജക്റ്റ് ഉപയോഗിക്കുമ്പോൾ എന്താണ് സ്ട്രക്ചർ വരുന്നത് എന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് പാസ്റ്റ് പ്രിഫറൻസ് നോക്കാം. അതിൽ ഒരു സബ്ജക്റ്റ് ഉപയോഗിച്ച് ആദ്യം നോക്കാം. എനിക്ക് അവിടെ പോകുന്നതിനേക്കാളും ഇഷ്ടം ഇവിടെ താമസിക്കുന്നതായിരുന്നു. നോക്കൂ, ഇത് കഴിഞ്ഞു പോയ ഒരു കാര്യമാണ്. എൻ്റെ ഇഷ്ടം അതായിരുന്നു, പക്ഷേ അത് നടന്നില്ല. എൻ്റെ താല്പര്യം അതായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഒരു സബ്ജക്റ്റ് മാത്രമേ ഉള്ളൂ, ഐ. അപ്പോൾ ഐ വുഡ് റാദർ ഹാവ് സ്റ്റേയ്ഡ് ഹിയർ. ഐ വുഡ് റാദർ ഹാവ് സ്റ്റേയ്ഡ് ഹിയർ എന്നാണ് പറയേണ്ടത്. നോക്കൂ, ഐ സബ്ജക്റ്റാണ്, അത് കഴിഞ്ഞ് വുഡ് റാദർ ഉപയോഗിച്ചു, പിന്നെ ഉപയോഗിച്ചത് ഹാവ് പ്ലസ് V3 ഫോമാണ്. പെർഫെക്റ്റ് ഇൻഫിനിറ്റീവ് എന്നാണ് അതിനെ പറയുക. ഹാവ് സ്റ്റേയ്ഡ്, ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് വേർബ്. ഹാവ് എന്ന് തന്നെ ഉപയോഗിക്കണം. ഹാസ് എന്നോ അതല്ലെങ്കിൽ ഹാഡ് എന്നോ വിൽ ഹാവ് എന്നോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. ഐ വുഡ് റാദർ ഹാവ് സ്റ്റേയ്ഡ് ഹിയർ. ഇനി നമുക്ക് അടുത്ത സ്ട്രക്ചർ നോക്കാം. ഫോർത്ത് സ്ട്രക്ചർ. പാസ്റ്റ് പ്രിഫറൻസ് ആണ്, രണ്ട് സബ്ജക്റ്റ് ഉള്ളത്. നിങ്ങൾ ഇവിടെ താമസിക്കുന്നതായിരുന്നു എനിക്കിഷ്ടം. ഇതും കഴിഞ്ഞുപോയ ഒരു കാര്യമാണ്, പാസ്റ്റ് പ്രിഫറൻസ് ആണ്, പക്ഷേ രണ്ട് സബ്ജക്റ്റ് ഉണ്ട്, നിങ്ങൾ അതുപോലെ ഞാൻ. നിങ്ങൾ ഇവിടെ താമസിക്കുന്നതായിരുന്നു എനിക്കിഷ്ടം. ഐ വുഡ് റാദർ യു had stayed here. I would rather you had stayed here. നോക്കൂ, സ്ട്രക്ചർ ഉപയോഗിച്ചിരിക്കുന്നത് ആദ്യം സബ്ജക്റ്റ് ഐ, അത് കഴിഞ്ഞിട്ട് വുഡ് റാദർ ഉപയോഗിച്ചു, പിന്നെ ന്യൂ സബ്ജക്റ്റ് യു, പിന്നെ ഉപയോഗിച്ചിരിക്കുന്നത് ഹാഡ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് വേർബ് ആണ്, ഹാഡ് സ്റ്റേയ്ഡ്. അപ്പോൾ ഉപയോഗിക്കേണ്ട സ്ട്രക്ചർ സബ്ജക്റ്റ് പ്ലസ് വുഡ് റാദർ പ്ലസ് ന്യൂ സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3 ഫോം. പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയാം നമുക്ക്, ഹാഡ് പ്ലസ് V3 ഫോം. വുഡ് റാദർ ഉപയോഗിച്ചുകൊണ്ട് 4 ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞു. ഇനി ഈ ഒരു സെൻറ്റൻസ് നോക്കൂ. ദാറ്റ് മ്യൂസിയം വാസ് ഓക്കെ ബട്ട് I'd rather have visited the zoo. എന്താ ഇതിൻ്റെ മീനിങ്? ദാറ്റ് മ്യൂസിയം വാസ് ഓക്കെ, ആ മ്യൂസിയം ഓക്കെ ആയിരുന്നു, കുഴപ്പമില്ലായിരുന്നു. പക്ഷേ എന്താണ്? I'd rather have visited the zoo. എനിക്ക് സൂ സന്ദർശിക്കാനായിരുന്നു താല്പര്യം. അപ്പോൾ അത് കഴിഞ്ഞു പോയ ഒരു കാര്യമാണ്. അതുകൊണ്ട് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന സ്ട്രക്ചർ വുഡ് റാദർ കഴിഞ്ഞിട്ട് പെർഫെക്റ്റ് ഇൻഫിനിറ്റീവ് ആണ്, ഹാവ് പ്ലസ് V3 ഫോം. ഇനി നമുക്ക് കുറച്ചുകൂടി എക്സാമ്പിൾസ് നോക്കാം. എനിക്ക് ഓഫീസിൽ വർക്ക് ചെയ്യുന്നതിനേക്കാൾ ഇഷ്ടം വീട്ടിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്നതാണ്. ഇതെങ്ങനെ പറയും? ഐ വുഡ് റാദർ വർക്ക് ഫ്രം ഹോം ദാൻ ഇൻ ആൻ ഓഫീസ്. ഐ വുഡ് റാദർ വർക്ക് ഫ്രം ഹോം ദാൻ ഇൻ ആൻ ഓഫീസ്. ഇത് ഒരു പ്രസൻറ്റ് പ്രിഫറൻസ് ആണ്. മാത്രമല്ല ഒരു സബ്ജക്റ്റ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇനി നെക്സ്റ്റ് സെൻറ്റൻസ്. അവന് ലണ്ടൻ വിസിറ്റ് ചെയ്യുന്നതിനേക്കാൾ ഇഷ്ടം ദുബായ് വിസിറ്റ് ചെയ്യുന്നതാണ്. അവന് ലണ്ടൻ വിസിറ്റ് ചെയ്യുന്നതിനേക്കാൾ ഇഷ്ടം ദുബായ് വിസിറ്റ് ചെയ്യുന്നതാണ്. ഹീഡ് റാദർ വിസിറ്റ് ദുബായ് ദാൻ ലണ്ടൻ. ഹീഡ് റാദർ വിസിറ്റ് ദുബായ് ദാൻ ലണ്ടൻ. ഇതും പ്രസൻറ്റ് ടെൻസിലുള്ള ഒരു പ്രിഫറൻസ് ആണ്. ഒരു സബ്ജക്റ്റ് മാത്രമേ ഉള്ളൂ.
ഹി. ഇനി നെക്സ്റ്റ് സെൻറ്റൻസ്, നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിൽ പോകണമെന്നാണ് എൻ്റെ താല്പര്യം. ഐ വുഡ് റാദർ വി വെൻറ്റ് ടു എ റെസ്റ്റോറൻറ്റ്. ഐ വുഡ് റാദർ വി വെൻറ്റ് ടു എ റെസ്റ്റോറൻറ്റ്. ഇതും പ്രസൻറ്റ് പ്രിഫറൻസ് തന്നെയാണ്, പക്ഷേ 2 സബ്ജക്റ്റ് ഉണ്ട്. അതുകൊണ്ടാണ് വെൻറ്റ് V2 ഫോമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അവൾക്ക് മലയാളം സംസാരിക്കുന്നതിനേക്കാൾ ഇഷ്ടം ഇംഗ്ലീഷ് സംസാരിക്കുന്നതാണ്. അവൾക്ക് മലയാളം സംസാരിക്കുന്നതിനേക്കാൾ ഇഷ്ടം ഇംഗ്ലീഷ് സംസാരിക്കുന്നതാണ്. നോക്കൂ, പ്രസൻറ്റ് പ്രിഫറൻസ് ആണ്, മാത്രമല്ല ഒരു സബ്ജക്റ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണ് പറയുക? അവൾക്ക്, അപ്പോൾ ഷീ എന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഷീഡ് റാദർ സ്പീക്ക് ഇംഗ്ലീഷ് ദാൻ മലയാളം. ഷീഡ് റാദർ സ്പീക്ക് ഇംഗ്ലീഷ് ദാൻ മലയാളം. അവർ എനിക്ക് ഒരു ലെറ്റർ അയക്കുന്നതിനേക്കാളും എനിക്ക് ഇഷ്ടം ഒരു ഇമെയിൽ അയക്കുന്നതാണ്. നോക്കൂ, ഇത് ഒരു പ്രസൻറ്റ് പ്രിഫറൻസ് ആണ്. ഇതിന് 2 സബ്ജക്റ്റ് ഉണ്ട്. അവർ എനിക്ക്, അവർ ദേ എന്നതൊരു സബ്ജക്റ്റാണ്. അതുപോലെ തന്നെ എനിക്ക് ഐ. അപ്പോൾ എനിക്ക് ഇഷ്ടം എന്നായതുകൊണ്ട് തന്നെ ഐ എന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഐഡ് റാദർ ദേ ഇമെയിൽഡ് മീ ദാൻ സെൻറ്റ് മീ എ ലെറ്റർ. ഐ വുഡ് റാദർ ദേ ഇമെയിൽഡ് മീ ദാൻ സെൻറ്റ് മീ എ ലെറ്റർ. ഇമെയിൽഡ് എന്നത് V2 ഫോമാണ്. അതുപോലെ തന്നെ സെൻറ്റ് എന്നതും V2 ഫോം തന്നെയാണ്. ഇപ്പോൾ വുഡ് റാദറിൻ്റെ ഡിഫറൻറ്റ് സ്ട്രക്ചേഴ്സ് മനസ്സിലായില്ലേ?